നമസ്കാരം. എന്നെ പുതിയതായിട്ട് പരിചയപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഉള്ള വീഡിയോ ആണിത്. ഈ വീഡിയോ എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ പണ്ട് ചെയ്തിരുന്നു, പക്ഷേ അതൊക്കെ ഡിലീറ്റായിപ്പോയി. ഇതെൻ്റെ ആദ്യത്തെ ലൈംഗിക അനുഭവമാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി എന്നെ കയറി പണിത സംഭവമാണ്. നല്ലൊരു ചേച്ചിയാണ്. അവർ ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുക. ഞങ്ങളുടെ 2 വീടപ്പുറം. അപ്പോൾ ഈ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ഭർത്താവ് ഈ സ്വന്തമായിട്ട് മൈക്ക് സെറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് അത് ഉത്സവപ്പറമ്പ്, പൂരപ്പറമ്പ്, നാടകം ഇങ്ങനത്തെ അതിനൊക്കെ ഇയാൾ മൈക്ക് സെറ്റായിട്ട് പോകും. ചുരുക്കം പറഞ്ഞാൽ ഇയാൾ രാത്രി വീട്ടിലുണ്ടാവില്ല. ഈ പെണ്ണാണെങ്കിൽ മെലിഞ്ഞിട്ടല്ല, സ്ലിം ബ്യൂട്ടിയും അറിയില്ല. എല്ലാം അത്യാവശ്യമുണ്ട്. ഓവർ തടിയല്ല. നല്ല വിടർന്ന ബാക്കും, നല്ല ബ്രസ്റ്റും, നല്ല മുഖം. അത് ലിപ്സ്റ്റിക്കൊന്നും തേക്കണ്ട, അല്ലാണ്ട് തന്നെ നല്ല ചുമന്ന ചുണ്ടും. ഈ ചേച്ചിക്ക് ഭയങ്കര കടിയാണ്. സെക്സ് ബുക്കൊക്കെ ഇവർ സംഘടിപ്പിക്കലുണ്ട്. അത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. അപ്പോൾ പോയിന്റിലേക്ക് വരാം. ഇയാൾ മയക്ക സെറ്റും കൊണ്ട് പോയി കഴിഞ്ഞാൽ രാത്രി ഇവരുടെ വീട്ടിൽ ഞാനാ പോയി കിടക്കലേ. ഞാൻ പഠിച്ചുകൊണ്ട് നിൽക്കാം. ഞാൻ പോയി കിടക്കും. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓല സിനിമ തിയേറ്ററുണ്ട്. ആ തിയേറ്ററിൽ ഞാൻ, അമ്മ, ഈ ചേച്ചി, എൻ്റെ പെങ്ങന്മാരൊക്കെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി. ഫസ്റ്റ് ഷോ അത് 9 മണിയൊക്കെ ആയപ്പോൾ അത് കഴിഞ്ഞ്. അന്നൊക്കെ ഞങ്ങളുടെ ഗ്രാമം എന്ന് വെച്ചാൽ ഞാൻ പറയാമല്ലോ, ഇപ്പോൾ എൻ്റെ ഗ്രാമത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ചിറ്റൂരൊക്കെ നിന്ന് നോക്കിയാൽ ഏലൂർ വ്യവസായ മേഖല കാണാൻ പറ്റില്ല. വ്യവസായ മേഖല കാണൂല, പക്ഷെ അവിടുത്തെ ഇലക്ട്രിക് ബൾബുകളുടെ വെളിച്ചാന്തരീക്ഷത്തിൽ ഒരു മഞ്ഞ വെളിച്ചം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നമുക്ക് കാണാം. ഫാക്ട് കമ്പനീൻ്റെ പുകക്കൊഴൽ കാണാം. പിന്നെ 2-2.5 കിലോമീറ്റർ അപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ, അല്ല റെയിൽവേ ട്രാക്ക്. അവിടെ ഒരു സ്റ്റേഷനുണ്ട്, എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. അതിൽ ട്രെയിൻ പോകുന്ന സൗണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ കേൾക്കാം. അന്ന് കൽക്കരി വണ്ടിയാണ്, അതിന് കുറച്ച് സൗണ്ട് കൂടും. പിന്നെയാണ് അത് ഡീസലായി തീവണ്ടി, പിന്നെ ഇലക്ട്രിഫൈഡായി. അപ്പോൾ തീവണ്ടീൻ്റെ സൗണ്ട് വരെ കേൾക്കും. നിശബ്ദമായിരിക്കും ആ സമയത്തൊക്കെ. ഇന്നത്തെ പോലെ ശബ്ദ കോലാഹലങ്ങളില്ല. അതേപോലെ അപ്പോൾ സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ പറഞ്ഞ് ചോറ് എന്നിട്ട് പോയിക്കോ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു വേണ്ട, ഞാൻ അവിടെ നിന്ന് ചോറ് കൊടുത്തോളാം, അവന് നേരം ഇതായാലും അവൻ ഉറങ്ങണ്ടൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും ചേച്ചീൻ്റെ ഒപ്പം പോവാം. ഞാൻ ഇവരെ നോക്കലൊക്കെ ഉണ്ട്, ഇവരെ ഷേപ്പൊക്കെ കാണലുണ്ട്. എനിക്ക് വലിയ ഗ്രാഹ്യമില്ല ഇതിനെപ്പറ്റി, സത്യം പറഞ്ഞു. എന്തോ ഉണ്ടെന്നറിയാം. കാരണം ഞങ്ങൾ പള്ളിയിൽ പ്രാവല വെറുക്കാൻ പോവാം ആടിന്. അപ്പോൾ ആടുകൾ തമ്മിൽ ചെയ്യണ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒപ്പമുള്ള സെക്കൻഡോട് ചോദിച്ചേടാ ഇതേപോലെ മനുഷ്യൻ ചെയ്യുമോ ചോദിച്ചു. പള്ളിയിൽ കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ കൈ പിടിക്കൂലേ ഭാര്യ ഭർത്താക്കന്മാർ, അപ്പോൾ ദൈവം കുട്ടികളെ ഇറക്കി കൊടുക്കുകയെന്നൊക്കെ പറഞ്ഞു. ശരിയായിരിക്കും. അപ്പോൾ ആടുകൾ മാത്രം പ്രൊഡക്ഷൻ നടത്തണത്, മറ്റേ മനുഷ്യർക്ക് ദൈവം ഇറക്കി കൊടുക്കും, അങ്ങനെയുള്ള മനസ്സിലാക്കൽ എനിക്ക് ഈ കാര്യത്തിലുള്ളൂ. അങ്ങനെ നല്ല സാധനം അത്യാവശ്യം വലിപ്പോട്ട്. അങ്ങനെ സിനിമ തിയേറ്ററിൽ നിന്ന് ഞങ്ങൾ വീട്ടിലെത്തി. ഇവർ ചോറ് തന്നു എനിക്ക്. എന്നിട്ട് ഇവരെൻ്റെ മുന്നിൽ നിന്ന് ഡ്രസ്സ് മാറും. സാരി ഊരി, ബ്ലൗസ് ഊരി, ബ്രേസിയർ ഊരി, അടിപ്പാവാട ഊരി, ഇതിൻ്റെ സഡ്ഡി മാത്രമല്ല. ഇവരെന്നെ അട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്കിത് പിടികിട്ടല്ല. ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സഡ്ഡിയും ഊരി, നിങ്ങൾ ഡ്രസ്സ് എടുത്ത് കൊടുക്ക്, എന്താണ് ഇതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അറിവില്ലായ്മയാണ്. ഇവരെന്നെ അട്രാക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഐഡിയ ഇല്ല, ഓടിയില്ല. ഇത് കഴിഞ്ഞ് അവരൊരു നൈറ്റ് എടുത്തിട്ട് അങ്ങനെ ഇവർ കട്ടിൽമേലും, ചെറിയൊരു വീടാണ്, ഞാൻ നിലത്ത് പായിട്ടുമൊക്കെ കിടക്കണം. അതിൽ ഇവരെ ഫാന് എന്തോ ഒരു കിടക്കിടുന്നൊരു ഒച്ച ഉണ്ടായി. അതിൽ ഇവർ വേഗം എണീറ്റ് വന്ന് എൻ്റെ അടുത്ത് വന്ന് കിടന്നു. എനിക്ക് പേടിയാണ്, വാതിൽമേലും മുട്ടുണ്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ വാതിൽമേൽ മുട്ടിയ ഫാനാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. എന്തോ ശബ്ദം ഞാനും കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു സമയമായിരുന്നു.
അതിൽ ഇവളെന്നെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് പ്രശ്നം. ഇവരുടെ മേലെ ഒരു നൂലില്ല, നഗ്നമായിട്ടാണ് ഇവരെൻ്റെ അടുത്ത് വന്ന് കിടക്കണത്. അപ്പോൾ ഇവർക്കറിയാം, അവർക്ക് ഏതായാലും എൻ്റെ ഇരട്ടി പ്രായം ഉണ്ടാവും. ഇവർക്കറിയാം എന്നെ എങ്ങനെയെങ്കിലും കോരിത്തെരിപ്പിച്ച് കമ്പിയാക്കി കളിക്കാമെന്ന് അവർക്കൊരു ഓവർ കോൺഫിഡൻസ്. എൻ്റെ നോട്ടമൊക്കെ ചിലപ്പോൾ അവർ കണ്ടിട്ടാവും. എന്നോട് പറഞ്ഞാൽ പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യൂല പറഞ്ഞ്. സാധാരണ ആണുങ്ങൾ പെണ്ണുങ്ങളോട് പറഞ്ഞ അതേ രംഗം. ശരിക്കും റേപ്പ് ചെയ്യപ്പെടാൻ പോവുകയാണ് ഞാൻ, എനിക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ ഇവർ എൻ്റെ സാധനമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുന്നിക്കും ബാക്കിക്കും നോക്കിയപ്പോൾ അത് വടി പോലെയായി. പിന്നെ അവർ വായ കൊണ്ടൊക്കെ എന്തൊക്കെയോ ചെയ്ത് കമ്പിയായി. ഇവർക്ക് തുണിയില്ലല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്ത്, ഇവരെൻ്റെ മോളിൽ കയറി ഇരുന്നിട്ട് മെല്ലെ 2 കാല് കുത്തി ഇങ്ങനെ ഇരിക്കുക. നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഇരിക്കണ പോലെ ഇരുന്നിട്ട് ഇവർ മെല്ലെ ഇത് എൻട്രി ആക്കുക. അപ്പോൾ എനിക്ക് എന്തോ അവിടെ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നല്ലാണ്ട് ഈ പരിപാടിനെ പറ്റി സത്യം പറയാൻ എനിക്ക് ഗ്രാഹ്യമില്ല ആ സമയത്ത്. ഇവരിങ്ങനെ മെല്ലെ മെല്ലെ എൻട്രി ആക്കി. പിന്നെ ഇവർക്ക് ആവേശം മൂത്തത് എന്താണാവോ, ഇവരാണ്ട് നല്ലോണം അമർന്ന്. അതിലെനിക്കവിടെ നല്ല പെയിൻ ഉണ്ടായി. അതിലിവർ അടിക്കൽ തുടങ്ങി. അടി സ്പീഡ് കൂടുന്തോറും എനിക്കെന്തൊക്കെയോ പന്തികേട്, വേദനയും വരുന്നുണ്ടെന്ന സാധനം ടെമ്പർ കമ്പിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഏതായാലും വേദന കൂടിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് വന്നു പോകുന്നതാണ്. ഇവർ തൊട്ടി പടഞ്ഞ് വെട്ടി വിറക്കുകയൊക്കെ ചെയ്ത് അതിൽ ഞാൻ ഇവർ ഉന്തി മാറ്റി. അപ്പോൾ അവിടെയൊക്കെ നനവ് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ് ലൈറ്റ് ഇടാൻ പറയും. ലൈറ്റ് ഇടാൻ പറയും. ഇവർ ലൈറ്റ് ഇട്ട് ഇവർക്ക് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. നോക്കുമ്പോൾ ഉണ്ട് ഈ ആണുങ്ങളുടെ ലിംഗത്തിനുണ്ടല്ലേ അടിഭാഗത്തൊരു ഞരമ്പ് പോലെ ഒരു സാധനം ഉണ്ടാവില്ലേ, അത് മുറിഞ്ഞുണ്ട്. അപ്പോൾ ഈ ലിംഗം ഉദ്ധരിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ട് നല്ലോണം രക്തപ്രവാഹം ഉണ്ടാവും. ആ നേരത്താണ് ഇത് മുറിഞ്ഞത്. അപ്പോൾ ബ്ലീഡ് ചെയ്ത്, അതാണ് ആ ഒലിച്ചത്. ഇത് കണ്ടപ്പോൾ എൻ്റെ സാധനമൊക്കെ പെട്ടെന്ന് ചുളുങ്ങിപ്പോയി. പേടിച്ചിട്ട് അങ്ങനെ സാധനം അവിടെ ഉണ്ടെന്ന് തന്നെ അറിയില്ല. ഞാൻ കരയാനൊക്കെ പോയി ഒച്ചുണ്ടാക്കി. ഞാൻ ഇപ്പോൾ പോവാൻ അമ്മനോട് പറയും എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഒരിക്കലും പറയരുത്, ഞാൻ മരിക്കേണ്ടി വരും, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. പക്ഷെ നിനക്ക് ചേച്ചിന് ഇഷ്ടമുണ്ട്, ചിന്ത പറയും, നീ കാര്യം വീട്ടിൽ പറഞ്ഞാൽ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്നാലും എൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ ഇവരുടെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഞാൻ പറയൂല ആറ്. അതിൽ ഇവർ പഞ്ഞ് ഇതൊക്കെ കൊണ്ട് നല്ല ഇതൊക്കെ ബ്ലഡൊക്കെ തുടച്ച് ഇതാക്കിയപ്പോൾ വേദന കുറവുണ്ട്. അതിലെനിക്ക് ഒരു 5 രൂപ തന്നു. അന്നത്തെ 5 തൊട്ട് നല്ല വീതിയുള്ള നോട്ടാണ്. അന്നൊക്കെ ഒരു ഐസിനൊക്കെ 5 പൈസ ഉള്ളൂ. 5 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസ. അതായത് പണിക്കൂലി. ഇവരെന്നെ പരിപാടി എടുത്തതിൻ്റെ ഒരു ഫീസാണ്. അതായത് എൻ്റെ കടിഞ്ഞൂൽ കളി. ആണും പെണ്ണും ഇങ്ങനെ ചെയ്യണ സംഭവം ഉണ്ടെന്ന് അറിയാത്ത സമയത്താണ്. പ്രായത്തിൻ്റെ അല്ല, പ്രായമൊക്കെ അത് അറിയാനൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ അറിവ് കിട്ടിയിരുന്നില്ല. സംഭവം കൊള്ളാമെന്ന് എനിക്ക് മനസ്സിലായി. അത്ര നല്ല വെണ്ണ വെളുത്തത്തോടെയും മുലയൊക്കെ മുഖത്തെറിഞ്ഞപ്പോൾ ഉള്ള സുഖവും അതൊക്കെ എന്നെ കൊണ്ട് കുടിപ്പിച്ചൊക്കെ ചെയ്തല്ലോ. അതൊക്കെ എനിക്കിഷ്ടമായി. പക്ഷേ ഈ ബ്ലീഡിങ്ങും പെയിനുമാണ് എൻ്റെ പ്രശ്നം. അല്ല ഇവരെൻ്റെ അടുത്ത് കിടന്ന് ആശ്വസിപ്പിച്ച് ഇതൊക്കെ എല്ലാവരും ചെയ്യണതാണ്, എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ എല്ലാവർക്കും മുറി ഉണ്ടാവുക. നിങ്ങൾക്ക് മുകളിൽ കയറി അടിച്ചിട്ടാ മുറിയായതെന്നല്ല, ഈ കള്ളി എന്നെ പറ്റിക്കുക. എന്തായാലും അവരൊരു തുമ്പിച്ച് എന്നെ ആശ്വസിപ്പിച്ചൊക്കെ ചുണ്ടൊക്കെ കുടിച്ച് കിടന്നപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ അമ്മനോടൊന്നും പറയില്ല അറിയും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ 2-3 ദിവസം എനിക്ക് പ്രശ്നമായിരുന്നു. ഇത് ഉണങ്ങി കിട്ടണ്ടേ. രാത്രി ഇവർ ശരിയാക്കി തരും. മുറി ഉണങ്ങിയാൽ നോക്കും, ചെറിയ ചൂടുവെള്ളം കൊണ്ടൊക്കെ അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന നോക്കും, ക്ലീൻ ചെയ്യും, എന്തൊരു ഓയിൻമെൻറ്റൊക്കെ പുരട്ടി തരും. അത് 3-4 ദിവസം കൊണ്ട് ഉണങ്ങി. ഒരാഴ്ച പിടിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഇവരെ ഞാൻ കളിയാണ്ട് തുടങ്ങി. പിന്നെ ഇവരെ അത് കഴിയുമ്പോഴാണ് അപ്പം ഞാൻ കളി പഠിച്ചില്ലേ. എൻ്റെ പ്രായത്തിൽ ഇച്ചിരി കൂടി വലുത് ഇവളുടെ അനിയത്തി വന്ന്. അപ്പോൾ ഞാനവളിങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു ദിവസം ബസ്സിൽ വെച്ച് ഞാൻ അറിയാണ്ട് ഇവളെ ആക്കി വെച്ചിട്ടുണ്ട് ഈ അനിയത്തിനാണ്. കാരണം അവരുടെ വീട് ഈ പെണ്ണിൻ്റെ വീട് അത്ര അകലെയൊന്നുമല്ല. അങ്ങനെ
അനിയത്തി ചേച്ചിനോട് പറഞ്ഞു അവൻ അങ്ങനത്തവനാ ഇങ്ങനത്തവനാ എന്നൊക്കെ പറഞ്ഞു. അവൻ നല്ല രസനാ, അവനുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമാണ് എനിക്കൊക്കെ. ചേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്തൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യണവനാ. അവന് കൊതിയുണ്ടാവും, നിൻ്റെ അതേ പ്രായമല്ലേ, അവൻ തൊടുക പിടിക്കുകയൊക്കെ ചെയ്താൽ നീ ചൂടാകുകയൊന്നും ചെയ്യരുത്. ഒരു ആൺകുട്ടിയല്ലേ, വളർന്നു വരികയല്ലേ, അവന് കൊതിയുണ്ടാവും. എന്നിട്ട് പറഞ്ഞ് ഈ പ്രായത്തിലൊക്കെ ചാൻസ് കിട്ടിയ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, ഒരുത്തൻ്റെ ഭാര്യ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. ചേച്ചി പറഞ്ഞു കൊടുക്കുക. ശരിക്കും ഇതിനൊരു സൈക്കോളജി ഉണ്ട്. ഒരു വളർന്നു വരുന്ന പെൺകുട്ടി ആയിക്കോട്ടെ, ഇനി പ്രായപൂർത്തിയായ പെൺകുട്ടി ആയിക്കോട്ടെ, ഒരു മുതിർന്ന പെണ്ണ് ബന്ധുവായിക്കോട്ടെ അല്ലെങ്കിൽ സുഹൃത്തായിക്കോട്ടെ, അതൊന്നും ചെയ്താൽ കുഴപ്പമൊന്നുമില്ലടി, ഇതൊക്കെ എല്ലാവരും ചെയ്യണതാണെന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ മനസ്സിൽ ചാഞ്ചാടും. ഈ ചേച്ചിക്ക് എന്നോട് സ്നേഹമുണ്ട്, നീ അനിയത്തിനൊന്ന് കളിക്കണമെങ്കിൽ കളിച്ചോട്ടെ, അതിനാണ് അവൾ സപ്പോർട്ട് ചെയ്ത് തന്നത്. എന്നിട്ട് ചേച്ചി എന്നോട് പറയുകയും ചെയ്ത്, നീ അവളെ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്താലും അവളൊന്നും പറയൂല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പറയും. എന്നിട്ട് ഇവളെ മനഃപൂർവ്വം എങ്ങോട്ടെങ്കിലുമൊക്കെ പോവും, കടയിലേക്ക് പോകാൻ, അവിടെ പോകാൻ. അത് ഞങ്ങൾ ഒറ്റക്കാക്കി, അത് വെക്കേഷൻ ടൈമാണ്. എൻ്റെ ഒരു ദിവസം പകൽ ഇവളെ ഹാഫ് സ്കർട്ട് ഇടുള്ളൂ, ഞാനിവളെ കൈമേ കയറി പിടിച്ച് ഇവരുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ എന്താ ഉദ്ദേശം എന്നൊക്കെ തെറ്റി, ഒരു ഉദ്ദേശമില്ല. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ, എല്ലാത്തിനൊരു കൊതിയും കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ, ഞാൻ നിന്നെ പിടിക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവള് തല കൊമ്പിട്ട് നിൽക്കുക. അപ്പോൾ ഇവളൊരു ഷർട്ടും ഹാഫ് സ്കർട്ടും, ഷർട്ടിൻ്റെ പുറത്തുകൂടി നെഞ്ചിലൊക്കെ പിടിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഷർട്ടിൻ്റെ ബട്ടൺസ് വരും. അന്നൊക്കെ ഈ ബേനിയ പോലത്തെ ഷെമ്മി ഇടുള്ളൂ. ഷർട്ട് ഒരിക്കൽ ഞാനത് പൊക്കി, എന്നെല്ലാം കുറച്ച് ഹൈറ്റ് പറയാം, ഞാൻ കുമ്പിട്ട് ഇവിടെ മുലകളൊക്കെ ചുണ്ടുകൊണ്ടൊക്കെ ഇതാക്കി കൊടുത്തപ്പോൾ അവൾ വഴങ്ങി കുറുകൽ തുടങ്ങി. അവൾ രണ്ട് കൈ കൊണ്ട് കോരിയെടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടത്തി, സ്കേർട്ട് ഊരി ചഡ്ഡി ഊരി. ഞാനവിടെ ഇരുന്നും കണ്ട്, മുട്ടുകുത്തി ഇരുന്നും കണ്ട് ഇവളെ കട്ടിലേക്ക് കിടത്തി, നാവും കൊണ്ട് നല്ലോണം. അത് കളിക്കാൻ തന്നെ തീരുമാനം. എന്നിട്ട് ഞാൻ മെല്ലെ ബുക്ക് ഏകദേശം നല്ലോണം പൊലിച്ച് വിറക്കൽ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, കയറ്റാനായെന്ന് ഇവളുടെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതിൽ ഞാൻ മെല്ലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുത്ത് പെട്ടെന്ന് അടുക്കളയിൽ പോയിട്ട്, ഇവളെ മുന്നിൽ നിന്ന് ഇത് കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇവളെ എനിക്ക് ഓടും. അടുക്കളയിൽ പോയിട്ട് വെളിച്ചെണ്ണ പെട്ടെന്ന് സഡൻലി, ഇവളുടെ മൂഡ് പോകരുതല്ലോ, മെല്ലെ. ഈ ചേച്ചി എന്നോട് കാണിച്ച അക്രമം ഇവളോട് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ മെല്ലെ 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 ഭാഗം കയറ്റും, കുറച്ച് നേരം ഹോൾഡ് ചെയ്യും. അതായത് ഇവളുടെ ഭയവും പേടിയും മാറിയാൽ യോനിൻ്റെ പേശികളൊന്നും ലൂസാവുക, എനിക്കതറിയും. അങ്ങനെ 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ ഫുള്ള് കയറ്റി. അപ്പോൾ ഇവളുടെ പേശികളൊക്കെ ഫ്രീ ആയി. ഇവൾക്ക് വന്ന് ഇത് മുളക്കും അടിക്കും ആക്കി കൊടുത്താൽ സന്തോഷമാകും എന്നുള്ളൊരു മൂഡ് അവൾക്കും വന്നു. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ സോഫ്റ്റായിട്ട് ഫസ്റ്റ് പണി സോഫ്റ്റായി, പക്ഷേ അവസാന ലാപ്പിൽ ഇവൾക്ക് ആവേശം കൂടിയപ്പോൾ എനിക്ക് ആവേശം കൂടി പറന്നടിച്ചു കൊടുത്ത്. അപ്പോൾ ഇതിൽ വലിയൊരു സംഭവം എന്താണെന്നറിയാം, ഈ ചേച്ചി എൻ്റെ ഷീല് പൊട്ടിച്ച്, ഞാൻ അവളുടെ അനിയത്തിൻ്റെ ഷീല് പൊട്ടിച്ച്. അവളെന്നോട് പറഞ്ഞു അവളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണെന്ന്, കാരണം എന്നോട് കളവ് പറയേണ്ട ആവശ്യമൊന്നും അവൾക്കില്ലല്ലോ. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് അവർ അവിടെ നിന്ന് വിറ്റുപോയി. പോകാൻ നേരത്തെ ഈ ചേച്ചിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. വിറ്റുപോയി, വീടും സ്ഥലമൊക്കെ എന്തോ കൂടുതൽ പൈസ കിട്ടിയപ്പോൾ വിറ്റ്. അങ്ങനെ ഞാൻ സർവീസിലൊക്കെ കയറിയ സമയത്ത് ഒരു ദിവസം ഞാൻ മേനകയിൽ സിനിമക്ക് വരുമ്പോണ്ട് അവിടെ ഉണ്ട് ഈ ചേച്ചി. എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കണ്. അതും സിനിമക്ക് വന്നു. അവൻ്റെ ഒപ്പം ഒരു ചേച്ചിയുമുണ്ട്. തിയേറ്ററിൽ കയറി സിനിമ ലൈറ്റാണ്ട് കെട്ടപ്പോൾ തന്നെ എൻ്റെ സാധനം കയ്യിലെടുത്ത്. പിന്നെ അതുമേലെ എന്തൊക്കെ ചെയ്തെന്ന് പറയണ്ട. പിന്നെ അവരുടെ വീട്ടിൽ ഞാൻ പോയി. ഇപ്പം കാണാറൊന്നുമില്ല, ഇപ്പം അവരെവിടെയാണെന്നും കൂടി അറിയില്ല. അതാണ് ഫസ്റ്റ് പരിപാടിക്ക് പൈസ വാങ്ങിയ ആളെ ഞാൻ. വാങ്ങിയതല്ല, എനിക്ക് തന്നതാണ്. അടുത്ത വീഡിയോ നാളെ. നമസ്കാരം.